ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ നടപടികൾ കടുപ്പിച്ച് അമേരിക്ക. ഇറാനിലേക്കോ പുറത്തേക്കോ ഉള്ള കപ്പൽ ഗതാഗതത്തിന് ഇന്നു മുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേനാ വിഭാഗമായ US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. രാവിലെ 10 മണി മുതലായിരിക്കും ഉപരോധം ആരംഭിക്കുക. ഇറാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതോ അവിടെ നിന്ന് പുറപ്പെടുന്നതോ ആയ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കാണ് ഉപരോധം ബാധകമായിരിക്കുക. ഒരു രാജ്യത്തിനും ഇതിൽ ഇളവ് നൽകില്ല. എന്നാൽ ഇറാൻ ഇതര രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകളെ തടയില്ലെന്നും അമേരിക്ക അറിയിച്ചു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ നടപടികൾ അമേരിക്ക കടുപ്പിക്കുകയാണ്. ഇറാനിലേക്കോ പുറത്തേക്കോ ഉള്ള കപ്പൽ ഗതാഗതത്തിന് ഇന്നു മുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേനാ വിഭാഗമായ US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുകയാണ്. രാവിലെ 10 മണി മുതലായിരിക്കും ഈ ഒരു ഉപരോധം ആരംഭിക്കുക. ഇറാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതോ അവിടെ നിന്ന് പുറപ്പെടുന്നതോ ആയ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കാണ് ഈ ഒരു ഉപരോധം ബാധകമായിരിക്കുക. ഒരു രാജ്യത്തിനും ഇതിലൊരു ഇളവ് നൽകില്ല. എന്നാൽ ഇറാൻ ഇതര രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകളെ തടയില്ലെന്നും അമേരിക്ക അറിയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിച്ച് തുർക്കി പ്രസിഡന്റ് റജബ് എർദോഗൻ. നെതന്യാഹുവിനെ ആധുനിക കാലത്തെ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിച്ച എർദോഗൻ രക്തദാഹവും വിദ്വേഷവും കൊണ്ട് നെതന്യാഹു അന്ധനായെന്ന് വിമർശിച്ചു. ഗാസയിലെയും ലബനനിലെയും ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കി. നെതന്യാഹുവിന്റെ പേര് ഹിറ്റ്ലർക്കും മുസോളിനിക്കും സ്റ്റാലിനുമൊപ്പമാണ് ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നതെന്ന് എർദോഗൻ പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയാണെന്നും ഇതിന് നെതന്യാഹു ലോകത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിട്ടുണ്ട്. ഗാസയിലെ സൈനിക നടപടികളെ തുടർന്ന് ഇസ്രായേലുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും തുർക്കി നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് തുർക്കി പ്രസിഡന്റ് റജബ് എർദോഗൻ വിമർശിച്ചിരിക്കുന്നത്. നെതന്യാഹുവിനെ ആധുനിക കാലത്തെ ഹിറ്റ്ലർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. രക്തദാഹവും വിദ്വേഷവും കൊണ്ട് നെതന്യാഹു അന്ധനായിരിക്കുകയാണ് എന്നും എർദോഗൻ വിമർശിക്കുകയുണ്ടായി. ഗാസയിലെയും ലബനനിലെയും ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും അദ്ദേഹം ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ പേര് ഹിറ്റ്ലർക്കും മുസോളിനിക്കും സ്റ്റാലിനുമൊപ്പമാണ് ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയാണെന്നും ഇതിന് നെതന്യാഹു ലോകത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിട്ടുണ്ട്. ഗാസയിലെ സൈനിക നടപടികളെ തുടർന്ന് ഇസ്രായേലുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും തുർക്കി നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു.